എങ്ങനെയുണ്ടായിരുന്നു? ചായയൊക്കെ മനോഹരമായിരുന്നല്ലോ. കോഫിയും ചായയൊന്നും മാറിപ്പോയില്ലല്ലോ. സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും വളരെ ഹാപ്പിയായി തിരിച്ചെത്തി. നമുക്ക് ഈ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോളിലേക്ക് വീണ്ടും കടക്കാം. ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം ഇതിനൊരു പ്രോഗ്രാം ഉണ്ടാകുന്നതിനെ കുറിച്ച് ഒന്നാമത്തെ സ്റ്റാൻഡേർഡിൽ IPC 1 പഠിച്ചു, IPC 2 അതിന് നമുക്ക് നല്ലൊരു ടീം ഉണ്ടാകേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചു. IPC 3 നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പ്രോഗ്രാമിന് നമ്മുടെ ഹോസ്പിറ്റലിൽ, നമ്മുടെ ഓർഗനൈസേഷനകത്ത് ഓരോ ക്ലിനിക്കൽ ഏരിയയിലെയും പ്രോസസ്സ് കൃത്യമായിട്ടും ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് ഐസൊലേഷൻ വാർഡിലേക്ക് ട്രാൻസ്മിഷൻ ബേസ്ഡ് ആയ ഡിസീസ് ഉള്ള പേഷ്യൻസിനെ ഐസൊലേറ്റ് ചെയ്യണം, ഐസൊലേഷൻ റൂംസ് ഉണ്ടാവണം. സാധാരണ പേഷ്യൻസ് കിടക്കുന്ന വാർഡുകളിലാവാം, ഇവിടെ എവിടെയാണെങ്കിലും നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ നിർബന്ധപൂർവമായി ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് പ്രിവെൻഷനിൽ ഒരു സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്ത് എല്ലാ സമയത്തും അത് നടപ്പിലാക്കിയിട്ടുണ്ടാവണമെന്നതും, ഹാൻഡ് ഹൈജീന് കൃത്യമായും ഗൈഡൻസ് ബേസ് ചെയ്ത് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇന്ന് വളരെ മനോഹരമായി നമ്മുടെ ഹോസ്പിറ്റലിൽ എല്ലാ ഏരിയകളിലും ഹാൻഡ് ഹൈജീൻ ഡയറക്ഷൻസ് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഓർക്കേണ്ടത്, എല്ലാ ക്ലിനിക്കൽ ഏരിയയിലും യൂണിഫോമായിട്ട് നടക്കുന്നുണ്ടോ, അതിനുള്ള ഡയറക്ഷൻസ് ഉണ്ടോ, കൃത്യമായ ഗൈഡ് ലൈൻസ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അത് ഉറപ്പ് വരുത്തണം. നമ്മുടെ ഹോസ്പിറ്റലിൽ ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസിന് കൃത്യമായ ഡോക്യുമെൻ്റഡ് സ്ട്രക്ചർ ഉണ്ടാവണം. ഏതൊക്കെ പേഷ്യൻസിനെയാണ് ഐസൊലേറ്റ് ചെയ്യേണ്ടത്, ഐസൊലേറ്റ് ചെയ്യുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് PP കിറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഒരു പേഷ്യൻ്റിൽ നിന്ന് അടുത്ത പേഷ്യൻറ്റിലേക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് പോകുമ്പോൾ ഏത് ലെവൽ വരെയാണ് നമ്മൾ ഹൈജീൻ കീപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അത്തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കേണ്ടത്, ഹാൻഡ് ഹൈജീൻ ഉപയോഗിക്കുക. ഇതൊരു കൃത്യമായ പ്രിക്കോഷൻ മെക്കാനിസത്തിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നമുക്കുണ്ടാവണം. നമുക്ക് സേഫായിട്ടുള്ള ഒരു ഇൻഫ്യൂഷൻ പ്രാക്ടീസസ് നമ്മൾ നിർബന്ധ ബുദ്ധിയാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കി അത് പരിശീലിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കണം. ഒരു വ്യത്യാസവും വരുത്താൻ പറ്റാത്ത വിധത്തിൽ ഇഞ്ചക്ഷനും ഇൻഫ്യൂഷൻ, അത് ജൂനിയർ സ്റ്റാഫിന് പരിശീലിക്കാനായിട്ട് ഏതെങ്കിലും പേഷ്യൻറ്റിനെ, അതൊരു ട്രാൻസ്മിഷൻ ബേസ്ഡ് ഡിസീസ് ഉള്ള പേഷ്യൻ്റ് ആണോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ പോസിബിലിറ്റി ഉണ്ടോ എന്നൊന്നും നോക്കാതെ നിങ്ങൾ പോയി അവിടെ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ആ ഒരു പ്രാക്ടീസ് ഒന്നും നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലൊരു ആൻറ്റി മൈക്രോബിയൽ യൂസേജ് പോളിസി, അതൊരു ഡോക്യുമെൻ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാകുമ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ഇനി കൊടുക്കില്ല എന്ന് ഡിസൈഡ് ചെയ്തിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകൾ, ദെൻ നമ്മുടെ ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ആൽക്കഹോളിക് സബ്സ്റ്റൻസ് ഉപയോഗിക്കുമ്പോഴും അതിനകത്ത് നമ്മൾ സോപ്പോ, ഏതൊക്കെ ഹൈജീൻ മെക്കാനിസം, ഡിഫറെൻറ്റ് മെക്കാനിസം വി ക്യാൻ യൂസ് ആസ് പെർ ദ ഗൈഡ് ലൈൻസ് ഫ്രം നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഫോർ ദ ഹൈജീൻ പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷൻസ്. സോ അത് നമ്മൾ കൃത്യമായും നമുക്ക് ഒരു പോളിസി ഉണ്ടായിരിക്കണം, ആ പോളിസി ഡോക്യുമെൻ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഒരു നമ്മുടെ ഇൻറ്റേർണലി ഈ ഒരു ആൻറ്റി മൈക്രോബിയൽ സ്റ്റേർഷിപ്പ് പ്രോഗ്രാം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അത് മോണിറ്റർ ചെയ്ത് ആ ഒരു ആൻറ്റി മൈക്രോബിയൽ ഏജൻസിൻ്റെ യൂസ് കൺട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം. മൂന്നാമത്തെ സ്റ്റാൻഡേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഈ ഒരു മീറ്റിങ്ങിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തേ. കാരണം 4 കോർ ഒബ്ജക്റ്റീവും 2 കമ്മിറ്റ്മെൻറ്റും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിനുള്ളിൽ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പ്രോസസ്സ് എല്ലാ ക്ലിനിക്കൽ ഏരിയകളിലും കൃത്യമായി മാനേജ് ചെയ്യണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന 6 ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ കൂടെയാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ പഠിക്കുന്നത്. നമുക്കതിൽ ഓരോ ഒബ്ജക്റ്റീവ് എലമെൻറ്റിനെയും ഒന്ന് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങാം.